കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വേദഭാഗം തന്നെ എൻ്റെ ഒരു വാക്യം പെട്ടെന്ന് എടുത്തുവെച്ച് എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 5 അതിൻ്റെ വേഴ്സ് 11 11-ാം വാക്യം മാത്രം വായിച്ചിട്ട് ഞാനങ്ങ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 11 ഡയറി എടുത്തല്ലോ. About this we have much to say and it is hard to explain since you have become dull of hearing. മലയാളത്തിൽ ഒന്ന് വായിച്ചത്. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ കേട്ടെന്ന് ഉണ്ടായിരുന്നവർക്കെല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന കുറച്ച് നമ്മൾ കേട്ടിരുന്നല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ പെട്ടെന്ന് നിന്ന് നമുക്ക് കർത്തൃമേശ നമ്മുടെ മധ്യയിലുണ്ട്, എല്ലാ സമയം അറേഞ്ച് ചെയ്യണമല്ലോ. ഇവിടെ കേൾക്കാൻ മാന്യമുള്ളത് കൊണ്ട്, അത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്, കേൾക്കാനുള്ള മാന്യം. ഞങ്ങളുടെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നു. വല്യപ്പച്ചൻ മരിക്കുമ്പോൾ 103 വയസ്സുണ്ടായിരുന്നു. അപ്പച്ചന് കേൾക്കാൻ മാന്യം ഉണ്ടായിരുന്നു. എപ്പോഴാണ് പ്രായമായപ്പോൾ 85 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത് ചെവി അടുത്ത് നിന്നിട്ട് ഭയങ്കര ശക്തിയോടെ പറയണം. പറയുന്നത് എല്ലാം ഒന്നും ക്ലിയറായിട്ട് കേൾക്കത്തുമില്ല. ചിലപ്പോൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് ഞാൻ ഈ യൂട്യൂബിൽ കണ്ടൊരു വല്യപ്പച്ചൻ്റെ അമ്മച്ചിയുടെ പണ്ടൊരു ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. അമ്മച്ചി പറഞ്ഞു എന്താ തെങ്ങിന് വളവിടണമെന്ന്. ഞാൻ എവിടെ കൊണ്ട് ഞാൻ കണ്ടോ വായിച്ചതാണ്. നിങ്ങൾ എത്ര കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. രണ്ടുപേർക്കും ചെവി, അമ്മച്ചിക്ക് ചെവിയാക്കാൻ തോന്നുന്നു, അപ്പച്ചന് ചെവി. അപ്പച്ചൻ്റെ അടുത്ത് തെങ്ങിന് വളവിടണമെന്ന് പറഞ്ഞു. കുറച്ച് നേരം പറഞ്ഞു തന്നെ എന്തോ കുടയല്ലേ വടിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞ ഞാൻ ഇങ്ങനെ കാര്യം അപ്പച്ചൻ കേൾക്കുന്നില്ല. അപ്പച്ചൻ കുറച്ച് നാൾ ചോദിക്കും അമ്മച്ചി തെങ്ങിന് വളവിടണം. ഉടനെ ഈ അപ്പച്ചൻ എഴുന്നിട്ട് ഉടനെ നിങ്ങളല്ലോ തെങ്ങിന് വളവിടണമെന്ന് പറഞ്ഞു. ഉടനെ എന്തോ വടിയോ കുടയല്ല വടിയെന്ന് അമ്മച്ചി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവരോട് പറയുകയാണ്, ഞങ്ങൾ കേൾക്കാൻ എന്താണ് മാന്യമുള്ളവരായി. അതുകൊണ്ട് ഈ കേൾക്കാൻ മാന്യമുണ്ടെങ്കിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് പിന്നെ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. ഡൾനെസ് ഇൻ ഹിയറിംഗ് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, വിശ്വാസം എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. വിശ്വാസത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ അല്ല, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾക്കാൻ മാന്യം ഉള്ളതാണെങ്കിൽ വിശ്വാസം എങ്ങനെ ആയിരിക്കും ഒന്ന് പറഞ്ഞു. കേൾക്കാൻ മാന്യം ഉണ്ടെങ്കിൽ വിശ്വാസം അതും ശുഷ്കിച്ചിരിക്കുന്ന വിശ്വാസമായിരിക്കും. എന്താ അടുത്ത് കരം പിടിച്ച് പറഞ്ഞു, ശരിക്കും കേൾക്കാനുള്ളത് നല്ല സമയത്ത് നല്ലതുപോലെ കേട്ടോണം. നമ്മുടെ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാല. പലരും വിശ്വാസത്തിൽ ബലഹീനരാകുന്നതിൻ്റെ കാര്യം കേൾക്കാത്തത് കൊണ്ടാണ്. അതും പറഞ്ഞു, കേൾക്കാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റിംഗ് പ്രെയർ വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര 7 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛാ അവർ നടത്തട്ടെ, നമുക്ക് തന്നെ. കേൾക്കാൻ മാന്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു എന്ന് വചനം പറയുമ്പം അത് കേൾവി നിനക്ക് കേൾക്കാനൊരു ആഗ്രഹമില്ലെങ്കിൽ ഞാൻ പറയാ പിന്നെ എപ്പോഴും അച്ഛാ ഞങ്ങൾ തെറ്റ് വീണു അച്ഛാ പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാൻ സമയത്ത് കേൾക്കണമായിരുന്നു, കേൾക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു, അതിൽ സമയം കൊടുത്ത് നീ ദൈവസന്നിധി ഇരിക്കണമായിരുന്നു. ഇവരോട് പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് കേൾക്കാൻ മാന്യമുള്ളത് കൊണ്ട് ഇവർ പല നിലയിലും വീണുപോകുന്നവരായിരുന്നു ഈ സഭ. അവർക്ക് വാർണിങ്സ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ 10-ാം അധ്യായത്തിലൊക്കെ വരുമ്പോഴത്തേന് പറയുന്നത്, നിങ്ങൾ പ്രകാശനം ലഭിച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിട്ടുപോയാൽ നിങ്ങൾക്ക് വേണ്ടി ഇനി മറ്റൊന്നുമില്ല, ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ എന്ന് ഈ സഭയെ നോക്കി പൗലോസ് പറയുക. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ മാന്യമുള്ളവരായിരുന്നു. കേൾക്കാൻ മാന്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തിൽ ബലഹീനരായിരിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. നമ്മൾ വിശ്വാസം എങ്ങനെയാ വരുന്നതെന്ന് വചനം പറയുന്നുണ്ട്. വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകതയും പറയുന്നുണ്ട്. അതാ 11-1 എബ്രായ ലേഖനം 11-1. വിശ്വാസം എന്നാ എന്താ? ആശിക്കുന്നതിന്റെ ഉറപ്പും. അന്നേരം ഈ ആശിക്കുന്നതിന്റെ ഉറപ്പ് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറയാമോ? നിങ്ങൾ 2 വാക്യങ്ങൾ ചേർത്ത് നോക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അന്നേരം വിശ്വാസത്തിന് അകത്ത് സംഭവിക്കുന്ന കാര്യം എന്താ അറിയാം? വിശ്വാസം എന്നതിനെ പറ്റി പൗലോസ് ഇവിടെ എബ്രായത്തിൽ പറയുമ്പോൾ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ, ഈ ആശിക്കുന്നതിന്റെ ഉറപ്പ് എവിടുന്ന് ഉണ്ടായതാ? കറക്റ്റ്. ഒന്നുകൂടെ, ആശിക്കുന്നതിന്റെ ഉറപ്പ് എവിടുന്ന് ഉണ്ടായതാ? ക്രിസ്തുവിന്റെ വചനം കേട്ടപ്പോഴാണ് വിശ്വാസം ഉണ്ടായതെങ്കിൽ ആ വിശ്വാസത്തിന്റെ പിമ്പിൽ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുന്നത് വചനം പറഞ്ഞ വാഗ്ദത്തമാണ്. അതിന്റെ ഉറപ്പെന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ചില ആൾക്കാർ വിശ്വാസം വെച്ചാൽ എന്താണ്, കാറ് വേണോ, ആ കാറിനെ എങ്ങനെ ഇമാജിൻ ചെയ്ത് കാണാത്ത കാര്യം, അതല്ല വചനം പറയുന്നത്. ചില ആൾക്കാർ വന്നുകൊണ്ട് നിനക്ക് കസേര വേണോ എന്ന് മനസ്സിൽ എന്ത് ചെയ്യണം, ഏതാ കസേര ഇങ്ങനെ വരുന്നു, കസേര വരുന്നു. അതല്ല ഈ വചനം പറയുന്ന വിശ്വാസം. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്, ക്രിസ്തുവിന്റെ വചനത്താലാണ്. ക്രിസ്തുവിന്റെ വചനം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞാലുണ്ടല്ലോ, ആ വാഗ്ദത്തത്തിന്റെ പിമ്പില് നിനക്കൊരു ആശയം ഉണ്ടാകണം, അതിന്റെ ഉറപ്പുണ്ടാകണം. കാണാത്ത കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നവനായിട്ട് മാറും, അതിനൊരു നിശ്ചയം നിനക്കുണ്ടാവും. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നമ്മോട് പറയാം വചനത്തിൽ കൂടെ. ഞാൻ വചനം കേൾക്കാത്തവൻ ഞാൻ പറയാം ഒരിക്കലും ആത്മീയമായിട്ട് വളരത്തില്ല. അവൻ വിശ്വാസത്തിൽ മന്ദിതനായിരിക്കും. അവൻ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഈ പറയുന്നത്, ഈ ഞാൻ പറയാം കേൾക്കാൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കേൾക്കാതെ ഇരിക്കാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, കേൾക്കാതെ ഇരിക്കാം. വേറെ നാട്ടിലൊക്കെ പോയിട്ട് വരാം ഈ സമയം കൊണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞേ, ഞാൻ ഈ സ്കൂളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിള്ളേർ ചില സമയത്ത് കേൾക്കും, അവസാനം ആദ്യം കേൾക്കും, പിന്നെ അവസാനം എന്താ പറഞ്ഞു വീട്ടിൽ വരുമ്പോൾ ഏതുകൊണ്ടൊക്കെ പറഞ്ഞു, ആദ്യം പറഞ്ഞു അവസാനം പറഞ്ഞു, തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ ശരിക്ക് കേൾക്കുന്നവന്റെ ജീവിതം, വചനം പറയുകയാണ്, ശരിക്ക് കേൾക്കുന്നവന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസം സ്ട്രോങ് ആയിരിക്കും. അല്ലാത്തവൻ ഞാൻ പറയാം ഈ പറഞ്ഞു കേട്ട പോലെ എവിടെയെങ്കിലും വരുമ്പോൾ വീണു. അവരെ നോക്കിയിട്ടാണ് പൗലോസ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ വിശ്വാസം ഉറപ്പാകാത്ത, കേൾവി മാന്യമായ, അങ്ങനെ ആത്മീയമായി പക്വതയില്ലാത്ത അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഇന്ന് വാൽക്കാലം പറയാം. അതുകൊണ്ട് വചനം, നമ്മളോട് സഭയായിട്ടുള്ള വചനധ്യാനങ്ങൾ, ഫാസ്റ്റിംഗ് പ്രേയേഴ്സ്, ഹല്ലേലൂയ, നമ്മൾ വചനം കേൾക്കുവാനുള്ള സാവകാശം ദൈവത്തിന്റെ ആത്മാവ് തരുമ്പോൾ അത് നമ്മൾ വൃഥാവാക്കി കളയല്ലേ. നമുക്കിവിടെ സൂമിലുണ്ട് മീറ്റിംഗ്, ഇല്ലേ? നമുക്ക് പറ്റത്തില്ലെങ്കിൽ സൂമിൽ കയറണം. ഒരു ബുദ്ധിമുട്ട് വന്നോ? ഞാൻ വചന കേൾവി ഇല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ നീ പരാജയപ്പെട്ടു പോകും, പ്രതിസന്ധിയിൽ നീ തകർന്നു പോകും. ആരോടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പാസ്റ്ററെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ചോളാം, പക്ഷെ വിഷയം നിന്റെ കുഴപ്പമാ. കേൾക്കേണ്ട സമയത്ത് നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അവരോട് പറയുന്ന കാര്യം ഒന്ന്, ഇവിടെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. അവരുടെ ഒന്നാമത്തെ വാക്യം, ആ 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു വെച്ചാ. കാര്യം വലിയൊരു പ്രശ്നത്തിൽ ഇവരോട് പറഞ്ഞു കൊടുക്കാൻ പോവാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. കർത്താവ് നിങ്ങളെ കരുതും. അതിന് കർത്താവ് കരുതുന്ന, കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് നടത്തുമെന്നുള്ള വചനം കേൾക്കുന്ന സമയത്ത് കേട്ടില്ല. പിന്നെ പറഞ്ഞ പാസ്റ്റർ പ്രാർത്ഥിച്ചോളം പറയാ എന്ന് പറഞ്ഞാൽ ഇവര് കേൾപ്പാൻ മാന്യതയുള്ളത് കൊണ്ട് വചനം ഗ്രഹിക്കാൻ പിന്നോക്കമായിരിക്കും. Dullness in hearing prevents understanding. അതുകൊണ്ടൊന്ന് വിശ്വാസത്തിൽ അവരെന്തായിരിക്കും, ബലഹീനരായിരിക്കും. നമുക്ക് ഈ ഇവിടെ പൗലോസ് തൊട്ട് പുറകിലത്തെ ഭാഗത്ത് തന്നെ ഈ എബ്രായലേഖനത്തിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ എന്താ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിന്റെ ഒരു പ്രശ്നമുണ്ട്, നിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദൈവം നിന്റെ ദൂതന്മാരെ ഇറക്കുമെന്ന് പറയുമ്പോൾ ഇവൻ എന്താ പറയുന്നത്? ഈ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു. 14-ാം വാക്യം, അല്ല 13-ന്റെ അവസാനം തൊട്ട് വായിച്ചു വെച്ചാ. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ അടുത്ത വാക്യം. അവരെയൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയിൽ അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? ഈ ഭാഗം വായിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൂതന്മാർ വരുമെന്നു. എന്താ വരുമെന്നാ ഇവിടെ പറയുകയാണ് ദൈവവചനം. ദൂതന്മാരോട് ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം പറയുക, ദൈവത്തിന്റെ ആത്മാവ് അടുത്ത വാക്യം പറയുക, അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ആരാണ്? സേവകാത്മാക്കളാണ്. ഇത് കേൾക്കാൻ മാന്യമുള്ളവന് എടാ ഇവിടെ ദൂതന്മാർ ഇറങ്ങി വരുമെന്ന് പറയുമ്പോഴത്തേന് ഇവന്മാരെന്താണ് പറയുന്നത്? ഇവന്മാരെന്താണ് പറയുന്നത്? ഇന്ന് പല എത്രയോട്ട് വിശ്വസിക്കുന്നുണ്ട്. കേൾക്കാൻ മാന്യമുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് കിട്ടാതെ വരും, പലതും മനസ്സിലാക്കാതെ വരും. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ വായിച്ചത്. Dullness in hearing prevents understanding. നിനക്ക് പരിജ്ഞാനത്തിൽ പിന്നോക്കമാകും, ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഒത്തിരി, എനിക്ക് പറയാൻ സമയമില്ല, അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും ഇത്ര വലിയ രക്ഷ, അതിന് ഇത്ര വലിയ രക്ഷയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? അത് കേൾക്കണ്ട. ഇവർ എന്ത് ചെയ്യുന്ന, അച്ഛാ ഞാൻ ഇന്ന് വിശ്വസിച്ചു, രോഗസൗഖ്യം കിട്ടി, അല്ലെ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു വന്നു, എല്ലാം കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതല്ല ക്രിസ്തീയ ജീവിതം. അത് ക്രിസ്തീയ കേൾക്കാൻ ചെവിയുള്ളവനായിരിക്കണം,
വെറും ചെവി പോലെ അത് കേട്ടാൽ ഇങ്ങനെ. ഞാൻ ഇത് കേൾക്കുന്നതിനെ പറ്റി കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഇവരോട് പറഞ്ഞു, ഈ റേമയും ലോഗോസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വചനം നമുക്ക് ലോഗോസ് എന്ന് പറയുന്നത് ഈ എഴുതപ്പെട്ട വചനമാണ്. റേമ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ പ്രഖ്യാപിക്കപ്പെട്ട വചനമാണ്. നമുക്കൊരു വചനം തന്നെ വായിക്കുമ്പോൾ പല പ്രാവശ്യം വായിച്ചാലും ചില സമയത്ത് പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ റേമയായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞ ആ വിഷയം, അത് വേറെ വിഷയം മാറിപ്പോവും. നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കുന്നവർക്ക് ഞാൻ പറയാം, റോമാലേഖനം 10-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിലാണ് പറയുന്നത്, വിശ്വാസം എന്നതോ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ. ആ വചനമെന്ന് പറയുന്നത് ലോഗോസ് അല്ല, റേമയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ എത്ര മനസ്സിലായി? റേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവിനാൽ വരുന്ന വെളിപ്പാടാണ്. ദൈവാത്മാവിൽ വരുന്ന വെളിപ്പാടിലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസത്തിനകത്തൊരു ആശയുണ്ട്, ആ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് വചനം 10 പ്രാവശ്യം നീ കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. അത് നിന്റെ മനസ്സിൽ റേമയായി മാറിയാലുണ്ടല്ലോ, ഒരുത്തരും നിന്നെ കുലുക്കാൻ പറ്റത്തില്ല. നീ സഭയിലിരിക്കുന്ന 10 പേര് ഈ വചനം കാണാൻ പിടിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നിനക്ക് വെളിപ്പാടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നാലുണ്ടല്ലോ, പ്രതിസന്ധി വരുമ്പോൾ നീ കുലുങ്ങത്തില്ല. അച്ഛാ, ആ വാക്യം തന്നെയാണല്ലോ ഞാനും വായിച്ചത്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവന്റെ ലോഗോസാ, നിനക്കത് റേമയാ. അല്ലെ, റേമ ലഭിച്ചവൻ കുലുങ്ങത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണത്. എവിടുന്ന് കാണാത്ത കാര്യങ്ങളാ? വചനം പറയുന്ന സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങളും. അച്ഛാ, വലിയ പ്രതിസന്ധിയാ, ഒരു കുഴപ്പമില്ല, എന്റെ കർത്താവ് എന്നെ നടത്തും. ഞാനും അതല്ലേ വിശ്വസിക്കുന്നത്. എന്നിട്ട് മറ്റോ പറയാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛാ, അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പോയാൽ മതി. കാര്യം ഒരുത്തന് വെളിപ്പാട് കിട്ടിയവനാ, അവൻ ആ വചനത്തെ റേമയായിട്ട് കണ്ടതാ. കർത്താവ് കൈ വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഉറപ്പായിട്ട് കയറിയതാ. അല്ലാത്തവൻ കുലുങ്ങുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കേൾപ്പാൻ മാന്യമുള്ളവനാണെങ്കിൽ. ഇന്ന് പാൽക്കാലവും നമ്മളിവിടെ സംസാരിക്കുന്ന വചനങ്ങളൊക്കെ പലർക്കും ലോഗോസ് ആയിട്ട് വരുമ്പോൾ, നീ ഹൃദയം ശരിക്ക് കേൾക്കാനുള്ള ചെവിയുള്ളവനാണെങ്കിൽ അത് റേമയായിട്ട് നീ ഏറ്റെടുത്താൽ നീ അറിയാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനാവും. ഹല്ലേലൂയ. അതാ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ സ്ട്രോങ് ആകുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞ കാര്യം പൗലോസ് ഇവിടെ പറയുകയാണ്. ഒന്ന്, അവിടെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പൊ ദൂതന്മാരുടെ കാര്യം പറഞ്ഞു, ഇത്ര വലിയ രക്ഷയെ പറ്റി പറഞ്ഞു, തേജസ്സിലേക്ക് നയിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് പിശാചിനെ നീക്കി മരണഭീതിയിൽ അടിമയായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഭയങ്കര മരണഭീതിയാ അച്ഛാ, ഭയങ്കര പ്രശ്നമാ. എപ്പോഴാ ചാകുന്നതെന്ന് അറിയത്തില്ല. പോകുന്നിടത്ത് പേടി, വഴി പേടി, വണ്ടി ഓടിക്കുമ്പോൾ പേടി. ഞാൻ പറയുന്ന മരണഭീതി, അതൊരു നിന്റെ ഉള്ളിൽ വചനം പറഞ്ഞ ഒരു റേമയുണ്ടെങ്കിലുണ്ടല്ലോ, നിനക്കിതൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, അതിന്റെ മേലൊരു ജയം നിനക്കുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നിന്റെ ജീവിതത്തിലുണ്ട്. പിന്നെ ഔട്ട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നറിയോ, അനേകരും വീണുപോയി. ഞാൻ ഇന്ന് മുമ്പേ വെച്ചതാ. അവരുടെ പ്രശ്നം എന്താ? നമ്മൾ 95-ാം സങ്കീർത്തനം വായിച്ചു. അവിടെയും പ്രശ്നം എന്താ? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം, അത് ശരിക്കും കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എന്നിട്ട് അവരെ പറ്റി അതേ വാക്യം 3-ാം അധ്യായത്തിൽ എടുത്തിട്ട് പൗലോസ് ഇവിടെ വിശദീകരിക്കാൻ അറിയാമോ? അവര് മരുഭൂമി വീണുപോയി. കേട്ടിട്ടും വിശ്വാസമായി പരിണമിക്കാത്തവന്റെ ജീവിതത്തിൽ ഹൃദയ കാഠിന്യം ഉണ്ടാകും. അല്ല, വെറുതെ വന്ന് കേട്ടുപോയിട്ട് മാന്യമുള്ളവന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് അവന് വളരാൻ പറ്റത്തില്ല. അവനോട് പൗലോസ് പറയാ, ഞാൻ ഇതൊക്കെ നിങ്ങളോട് എങ്ങനെ പറയാനാ? കേൾപ്പാൻ മാന്യമുള്ളവനാ. വചനം പഠിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും മാന്യമുള്ളവന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പൗലോസ് അവരെ നോക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്വസ്ഥത അവർക്കുണ്ട്. ഇവരോട് പറയാം, എന്തോ സ്വസ്ഥത ആർക്ക് കിട്ടും വെച്ചാൽ 4-ാം അധ്യായത്തിന്റെ 1 കഴിഞ്ഞ ദിവസം വായിച്ച 1-ാം വാക്യത്തിലൊക്കെ വായിച്ച ഒരു ശബ്ബത്ത് അനുഭവം നമുക്ക് ശേഷിച്ചിട്ടുണ്ട്. വായിക്കാൻ സമയമില്ല. അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ശബ്ബത്ത് അനുഭവം എന്ത് ചെയ്യുന്നു? തന്റെ മക്കൾക്കൊരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിട്ടുണ്ട്. ഒരു സ്വസ്ഥത അവർക്കുണ്ട്. ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ, അതിന് അച്ഛൻ എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലല്ലോ. ഞാൻ പറയാം, പ്രശ്നമൊക്കെ ഒത്തിരി ഉണ്ടാകാം. നിന്റെ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, പ്രശ്നങ്ങൾ മുമ്പിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു സ്പിരിച്വലായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ഒരു സ്വസ്ഥതയുണ്ട്. അത് ആർക്കേ ഉള്ളതെന്ന് അറിയാമോ? ഹല്ലേലൂയ. വിശ്വാസത്താല് ആ വചനം കേൾവിയാൽ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നവന് നാളെയെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഉറപ്പുണ്ട്. ഇവരെ നോക്കിയിട്ടാ ഞാൻ പെട്ടെന്നൊരു വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ താൻ പറയുകയാണ്, അവരെ പറ്റിയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്രഹിക്കുന്നതിൽ മാന്യമുള്ളവരായിരിക്കും.
ഇന്ന് പലക്കാലം നിങ്ങളോട് ഞാൻ ബുദ്ധി ഉപദേശിക്കുക. ദൈവവചനം തരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾ വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കും. ഹല്ലേലൂയ. പ്രിയ മനോജ് ബ്രദർ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞപ്പോൾ ചിലർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എന്തൊരു സ്ട്രോങ് സാക്ഷ്യമായിരുന്നു. കാര്യം കഷ്ടതയുടെ മധ്യത്തിലും വിശ്വാസി എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടും കേട്ടോ. ഹല്ലേലൂയ. ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അച്ഛാ എനിക്ക് ഇന്നപോലെ പ്രശ്നം ഉണ്ടായി, ഞാൻ കർത്താവിനെ വിളിച്ചാൽ എന്തോ കാര്യം, ഭാര്യയുടെ കൈ ഒടിഞ്ഞു, കൈയും കാലും ഒടിഞ്ഞു, ചേട്ടൻ്റെ പോയി, കിണറ്റിൽ അഴിച്ച വെള്ളമില്ല, ആകെ പ്രശ്നം. ഞാൻ പറയാം അവിടെ വരുമ്പം സാധാരണ അവിടാണ് നമ്മുടെ ശോധന വരുന്നത്. അങ്ങനെ ഞാൻ പറയാം, ഇല്ല എനിക്കൊന്നറിയാം, എന്റെ കർത്താവ് എന്നെ നടത്തും, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഇത് ആരോടാ പറഞ്ഞത് മതിയോ? ഈ എബ്രായ വിശ്വാസികളോട് തന്നെ പറഞ്ഞേ. 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. കഷ്ടതയുടെ തീച്ചൂളയിൽ കടന്നുപോയി, സമ്പത്തുകൾ അവരുടെ അപഹരിക്കപ്പെട്ടു, അനേകർ ജയിലിലായി. അവരെ നോക്കിയിട്ട് പൗലോസ് പറയുക, നിങ്ങൾ പേടിക്കണ്ട, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഞാൻ പറഞ്ഞ ഇതാ റേമയായി വചനം. ആ പ്രതിസന്ധിയെല്ലാം ഉറച്ചു നിൽക്കുന്ന അതാണ്. ഇവിടെ രണ്ടാമത് പറയാം, ഞാൻ രണ്ടാമത്തെ വാക്യം നമുക്ക് പെട്ടെന്ന് പോയേക്കാം. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടതാ നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. മതി മതി, അത്ര നിർത്തിയാൽ മതി. ഇവിടെ പറയുന്നത് രണ്ടാമത് പറയുകയാണ്, കേൾപ്പാൻ മാന്യതയുള്ളവരുടെ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു എന്താണ്, അവർ പരിജ്ഞാനമില്ലാത്തവരായിരിക്കും, അവരെപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, അത് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വചനത്തിൽ നമുക്ക് പറഞ്ഞു വിടണമെന്നറിയോ സഹോദരി സഹോദരന്മാരെ, വചനത്തിൽ അങ്ങ് ഉറക്കണം. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കൈവിടുന്നവനല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന ഡിഫൻസ് പ്രേ, അതുകൊണ്ട് കൊടുക്കാതിരിക്കൊന്നും വേണ്ട. പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്ട്രോങ് ആകണം. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കത് വിഷയമല്ല, അത് പറയുന്നവനാ. രണ്ടാമത് നമ്മൾ വായിച്ചത് ഈ ദൈവം ഈ മാന്യമുള്ളവര് ഇപ്പോഴും എന്താ പറയുക, അവരെ പറ്റി ദൈവം ഉദ്ദേശിച്ചത് അവര് ആരാകണമെന്നായിരുന്നു? ഉപദേഷ്ടാക്കന്മാരാ. അബലരാകും. കരം കൊടുത്ത് പറഞ്ഞു, മാന്യരായി കഴിഞ്ഞാൽ പിന്നെ അബലരാകും, പിന്നെ അവരെ പഠിപ്പിക്കാൻ പോകണം. ആരാ? നാളുകളായിട്ട് സഭയിലിരിക്കുക, പക്ഷെ ഇവരുടെ പ്രശ്നം എന്താവും? ഉപദേഷ്ടാക്കന്മാരാകേണ്ടിയവരായിരുന്നു. ഇപ്പൊ എന്തോ പറ്റി? മാന്യമായി ബസ്രായ കൊച്ചിനെ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവളെ ഒന്ന് നേരെയാക്കാൻ ഒന്ന് പറഞ്ഞു കൊടുത്തോണേ. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ഈ പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നവർ മാത്രം ഉപദേഷ്ടാക്കന്മാരെന്ന്. ഞാൻ പറയാം സഹോദരന്മാരെ, നിങ്ങളും ഉപദേഷ്ടാക്കന്മാരാണെന്നറിയോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപദേശിക്കണം. ഹല്ലേലൂയ. നമ്മളെ ഇവിടെ വെറുതെ ഇരുന്ന് പോകുന്നവരല്ല, പലരെ ഉപദേശിക്കേണ്ടവരാ. നമ്മുടെ അടുത്ത് ഒരുവൻ കടന്നു വരുമ്പോൾ അവനെ ഉപദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ബാധ്യസ്ഥരല്ലേ? ഒന്ന് വായിച്ചു, 1 പത്രോസ് 3 വായിച്ചാൽ പെട്ടെന്ന് സമയം പോകുന്നു. 1 പത്രോസ് 3:15. 1 പത്രോസ് 3:15. ഉപദേശകന്മാർ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നുള്ള അറിയാനാ. വായിച്ചു, എടുത്ത് വായിച്ചു. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും ഉണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഇത് ആരോട് ചോദിച്ചറിയാവോ? ആ സഭയിലെ വിശ്വാസികളോട് പറയുക. പാസ്റ്റർ വന്ന് അച്ഛാത്തോണ്ട് അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ വന്ന് അവനോട് 2 വാക്ക് സംസാരിക്കണം. അതല്ല പറയേണ്ടത്. നമ്മളെപ്പോഴും പഠിച്ചവരായിരിക്കണം, ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. കാര്യം എന്താ വെച്ചാൽ വചനത്തിൽ ഉറക്കണം. അത് ആരെ കൊണ്ട് പറ്റത്തില്ല? മന്ദതയുള്ളവരെ കൊണ്ട് പറ്റത്തില്ല. ഇത് മന്ദതയുള്ളവർ ഒന്നാമത്തേതാണ്, അവർ പരിജ്ഞാനത്തിൽ പുറകിലായിരിക്കും. രണ്ടാമത് അവർ അഫലരായിരിക്കും, അവരെ പറ്റിയുള്ള ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് അവർ പുറകിലായിരിക്കും. പക്ഷെ അവിടെ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാച്ചാന്, ഈ പറയാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. അത് വേണം ഞാൻ പറയാ വെച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാം. ആവശ്യമല്ല പറഞ്ഞേക്കുന്നത്. തൊട്ട് പുറകിൽ എന്താ പറഞ്ഞേക്കുന്നത് അറിയോ? കഷ്ടതയുടെ വചനം തൊട്ട് പുറകിലത്തെ വാങ്ങിക്കൊടുത്ത് വായിച്ചു. അത് എന്താ പറയുന്നോട് പറഞ്ഞേക്കാം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി. ഞാൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നതാ, ഞാൻ നീതിമാനായിട്ട് നിന്നതാ, ഇപ്പൊ കഷ്ടം സഹിക്കുക. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒന്ന് ചോദിക്കുക, നീ പെന്തിക്കോസിൽ പോയിട്ട് എന്താ അടി കുഴപ്പം? എനിക്കറിയത്തില്ല, ഞാൻ പെന്തിക്കോസി വന്നപ്പോ തൊട്ട് അന്ന് തൊട്ടേ ഇങ്ങനെ ആടി. അന്ന് തൊട്ടേ ഈ പ്രശ്നം കൊണ്ട് മാറും. ഞാൻ വിചാരിച്ചു പ്രശ്നം മാറുമെന്നും കൊണ്ട് അവിടെ പോയത്. നിങ്ങളോട് അവിടെ പറഞ്ഞ വാക്യം, അടുത്ത വാക്യം നമ്മൾ വായിച്ചത്, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്ന്. അതിന് വചനം കേട്ടിട്ട് വേണ്ടേ? അതിനെന്ത് ചെയ്യണം? ആകെ കേൾക്കുന്ന വചനം എന്ന് വെച്ചാൽ ഇപ്പൊ വിടുതലേ,
ഇപ്പൊ എന്താ? ഇപ്പൊ വിടുതൽ എന്നൊരു വചനമാണ് കേൾക്കുന്നത്. ഈ വചനം കേട്ട് കേട്ട് പോയി അവസാനം ചെന്ന് കഴിഞ്ഞപ്പം അപ്പുറത്തെ ചേച്ചി ചോദിച്ചപ്പോ നീ അല്ലേ അവിടെ പറഞ്ഞ ഈ വിടുതൽ എന്ന് പറഞ്ഞു, ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? ചേച്ചി ഞാനും അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല, ഞാൻ ഇനി പെന്തക്കോസ്ത് ചേർന്നിട്ട് വല്ലതാണ്. ഞാൻ പറയാൻ, നിങ്ങളോട് സമാധാനം ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ നിങ്ങൾ കടപ്പെട്ടവരാ. അത് ഓരോരുത്തരും, ഞാൻ പറയാം, കുഞ്ഞുങ്ങളോട് പറയാന്, നമ്മുടെ അടുത്തുള്ളവർ ചോദിക്കുക നമ്മളോട് പറയാന് നമ്മൾ കടപ്പെട്ടവരാ. എന്തുകൊണ്ട് അങ്ങനെ സാധിക്കുന്നില്ല? കേൾക്കുന്നതിൽ മാന്യമുള്ളവരായുണ്ട്, വചനത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ട്. ഇന്ന് പലക്കാലം ഞാൻ പറയാം, വിശ്വാസം ആ കേൾവിയാലാ വരുന്നത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവനുണ്ടല്ലോ, ഒരു കാര്യമുണ്ട്, ഒരാൾ ഒന്ന് ചോദിച്ചാലും പറയും ഞങ്ങളുടെ വിശ്വാസം ഇതിനപ്പുറമാ സഹോദരി, അല്ലെങ്കിൽ കഷ്ടതയൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യത്തില്ല, ആപത്തോ വാളോ അല്ല ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് പറയേണ്ട വചനം വായിക്കണം കേട്ടോ, അത് വചനം വായിക്കണം, അത് പഠിക്കണം, അത് കേൾക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വിശ്വാസം എന്നതോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്തിന് കൊടുക്കേണ്ട വില കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് മാന്യരായി പോകും, നിങ്ങൾ കുലുങ്ങുന്നവരായി തീരും, പ്രതിസന്ധികളെ അതിജീവിക്കാൻ അല്ലാതായി തീരും നിങ്ങൾ. നമ്മളിവിടെ പറഞ്ഞ അതുപോലെ തന്നെ സമയം നമ്മൾ എടുക്കുന്നില്ല. ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെ പറയാം, നിങ്ങൾ ഈ ദേശത്തു നിന്ന് വിടുവിക്കപ്പെട്ടവരാണെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. അതിന് ഉപദേശിക്കാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചോളൂ, മോൾ അങ്ങോട്ട് പോകുക. അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചാൽ മതി, പാസ് ഉത്തരം പറഞ്ഞു തരും. നമ്മൾ എത്ര പേര് പഠിക്കാൻ തയ്യാറുണ്ട്? എത്ര ഒരു വചനം കേൾക്കാൻ തയ്യാറുണ്ട്? ഈ വചനം എത്ര വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവന് കർത്താവിന്റെ സന്നിധി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്താ ഇവരുടെ അറിയാമോ? രണ്ടാമത്തെ പ്രശ്നം, ഇവർ അഫലരായി തീരും. ഇവര് ഉപദേഷ്ടക്കന്മാരിക്കേണ്ടവർ ഇപ്പം വല്ലവനും മനോദരെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ, അല്ല അവിടെ വന്നിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ ഇവരോട്. എന്താ എനിക്കറിയത്തില്ല, യേശു ക്രിസ്തു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തോ പറയണ്ടേ? ഈ എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ പറയാം, കുറച്ച് വചനം കേൾക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറയാം, വിശ്വാസത്തിൽ നീ ഉറപ്പാണെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഹല്ലേലൂയ അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. രണ്ടാമത് ഇവരെ പറ്റി പറയുന്നത്, ഇവരെന്ത് ചെയ്യണം? ഒന്ന്, ഇവര് ശുശ്രൂഷകന്മാരാകാൻ പറ്റത്തില്ല. രണ്ടാമത് ഇവരെ പറയാം, ഇവര് ആദ്യ പാഠങ്ങളെ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അച്ഛൻ വാക്യം തന്നെ വായിച്ചു, നമ്മൾ വായിച്ചുമ്പോ 12-ാം വാക്യം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇവരെന്ത് ചെയ്യണം? ആദ്യ പാഠങ്ങളെ തന്നെ. പണ്ട് ഒരാള് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വിത്തൊക്കെ കൊടുത്തു, ഇടമനെ കൊണ്ട് വിതച്ചേക്കാൻ പറഞ്ഞു. കൂന്താലി എല്ലാം കൊടുത്തു, ഞാൻ പിന്നെ വന്നേക്കാന്ന് പറഞ്ഞു. ഇയാൾ വന്നപ്പം നോക്കിയപ്പം 5-6 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും, അവിടെ ഇത് കുത്തിയെല്ലാം റെഡിയാക്കും. പിറ്റേസം രാവിലെ എഴുന്നിട്ട് പിന്നെ തിരിഞ്ഞു വന്നിട്ട് അങ്ങോട്ട് വീണ്ടും കുത്തും, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും കുത്തും. ഇയാൾ വന്ന് നോക്കിയപ്പോൾ വിത്ത് അവിടെ ഇരിപ്പുണ്ട്, കുത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും, അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, വീണ്ടും. എങ്ങനെ ഇരിക്കുന്നത്? വീണ്ടും വീണ്ടും കൊടുക്കുക. ഇവർ ആദ്യ പാഠങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൈവപ്പം പിറ്റിയണം, അന്നേരത്തിന് അങ്ങോട്ടൊരു വലിയ വേളം അവിടെ പറയുന്നത് ആദ്യ പാഠങ്ങൾ ഏതൊക്കെയാ? 6-ാം അധ്യായത്തിന് ഞാൻ വായിച്ച കഴിഞ്ഞു, സമയമില്ലാതെ പറഞ്ഞു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. നിർജീവ പ്രവർത്തികളുടെ മാനസാന്തരം എന്ന് വെച്ചാൽ അറിയോ? മോനെ സിനിമ കാണല്ലേ, അത് ഭയങ്കര സന്തോഷം. അയ്യോ അച്ഛാൻ പറഞ്ഞപ്പോൾ സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? നിർജീവ പ്രവർത്തികളെ കുറിച്ച് കാര്യമില്ലാത്ത കാര്യമാണ് മാനസാന്തരം. ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കുക ഇത് തന്നെ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞോ പിന്നെ ഇപ്പൊ സിനിമ നിർത്തി സീരിയലേ ഉള്ളെന്ന്, അതും തെറ്റാന്ന് പറയുമ്പോൾ ഈ അച്ഛാ ഇപ്പോഴായിരിക്കും അത് ബോധ്യമായത്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കൈവപ്പ്, ഞാൻ പറഞ്ഞില്ലേ, കൈവപ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് കൈ വെച്ചിട്ട് ഒരു തള്ള. ഈ കൈവപ്പ് എന്ന് പറഞ്ഞത് ഏതാ? ഈ കൈവപ്പ് ഞങ്ങൾക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരിക്കുന്നത് എവിടെ കൈവെപ്പുണ്ടോ അവിടെ ഭയങ്കര സന്തോഷമാണ്. കൈ വെക്കുന്നവരടുത്ത് പാസ്റ്റർ ഉണ്ടല്ലോ ഇങ്ങോട്ട് കൈ വെച്ചു. നമ്മൾ എന്തോ വ്യത്യാസം ഉണ്ടായേ? മുമ്പോട്ട് വീഴുന്നു, പുറകോട്ട് വീഴുന്നു, എല്ലായിടത്തും ഉണ്ട്. മുമ്പോട്ടും പുറകോട്ടും എല്ലാം ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്, അങ്ങ് വീഴുക, ഭയങ്കര സന്തോഷമാണ്. ഈ അടിസ്ഥാനം ഇത് വേണമെന്നല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ച പോലെ, അച്ഛാ ഈ പറഞ്ഞ എന്തെങ്കിലും വിശ്വാസം ഇത് വേണമെന്നല്ല, അടിസ്ഥാനമാണ്. പാലാന്നാ പറഞ്ഞത്, നമ്മൾ വായിക്കാൻ വരുന്നുണ്ട്. എന്താണ് പാലാ? ഇത് വേണമെന്നല്ല. വലിയൊരായതുകൊണ്ട് നമ്മൾ പാൽ കുടിക്കാതിരിക്കും ഇല്ലല്ലോ. പക്ഷെ കുപ്പിപ്പാൽ തന്ന എല്ലാ ദിവസവും ഇങ്ങനെ കിടന്നോണ്ട് കുപ്പിപ്പാൽ കുടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച പ്രാപിക്കാത്തവനാണ് അർത്ഥം. പാല് കുടിക്കും, പക്ഷേ അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ. ഇപ്പം കട്ടിയായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ
ഒന്ന് കേൾപ്പാൻ മാന്യതയുള്ളവരാണെങ്കിൽ പരിജ്ഞാനത്തിൽ നീ പുറകിലായിരിക്കും, നീ അഫലനായിരിക്കും. നിന്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല, നിനക്കും ഗുണവുമില്ല. എപ്പോഴാ വീഴുന്നത് നോക്കിയാൽ മതി. അടുത്ത മൂന്നാമത് ഞാൻ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നതെന്നറിയോ? വി ഹാവ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ് ആൻഡ് വി ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ വളരണം. എങ്ങനാ? വചനത്തിൽ നമ്മൾ വളരണം, അതുപോലെ നമ്മൾ മറ്റുള്ളവരെ വളർത്തിയെടുക്കണം. ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെന്താ വേണ്ടിയത്? കേൾക്കാൻ ചെവിയുള്ളവനായിരിക്കണം, നല്ല കേൾവിക്കാരനായിരിക്കണം. ദൈവത്തിന്റെ വചനം എവിടെ പറഞ്ഞാലും കേൾക്കണം. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ പറഞ്ഞ് വഴിയെ പോകുന്ന എല്ലാം കൂടെ കേട്ടാൽ അവസാനം പ്രശ്നം ഉണ്ടാക്കില്ലേ? ഏതാ കേൾക്കണം എന്ന് പറയുമ്പോൾ വചനമായിട്ട് പറയുന്നത് കേൾക്കണം. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ഉന്നും തള്ളും ഒക്കെ രണ്ടാം ഭാവമാ, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് വചനത്തിലെ കട്ടിയായിട്ടുള്ള ആഹാരം അത് നീ മനസ്സിലാക്കിയാലുണ്ടല്ലോ, ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കുക. അടുത്ത മൂന്നാമത്തെ വാക്യം വായിച്ചു. കട്ടിയായുള്ള 13 പാൽ കുടിക്കുന്നവനെല്ലാം, 12-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം കൂടെ ചേർത്തിട്ട് അവിടെ പാലിനെ പറ്റി പറയുന്നുണ്ട്. വായിച്ചു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം, 13-ാം വാക്യമാണ് വായിക്കുന്നത്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. മതി. പാൽ കുടിക്കുന്നവനെല്ലാം. പിന്നെ ഈ മാന്യമുള്ളവരുടെ പ്രശ്നം എന്താ? അവരുടെ പ്രത്യേകത എന്താ? മാന്യമുള്ളവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവര് പാല് കുടിക്കുന്നവർ. കാര്യം കൊടുത്ത് പറഞ്ഞത്, മാന്യമുള്ളവരെല്ലാം പാല് കുടിക്കുന്നവരാണ്. അവന് കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാല് മാത്രം മതി. അവനെ പറ്റി പറയുന്ന അവൻ എന്താ? ഒന്നുകൂടെ വായിച്ചാൽ നോക്കി. അവൻ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്. അൺസ്കിൽഡ് ആയിരിക്കും അവൻ. കാര്യം കൊടുത്ത് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അൺസ്കിൽ. നീതിയുടെ വചനത്തിൽ അവൻ എന്താ? പരിചയമില്ല. അച്ഛാ നീ നീതിമാനാ അങ്ങനൊന്നും പറയില്ല. എൻ്റെ ജീവിതത്തിലില്ല അങ്ങനെ. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് ഉണ്ട്, പൊസിഷണൽ റൈച്ചസ്നെസ് ഉണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നമ്മൾ നീതിമാന്മാരാ. അല്ല, അബ്രഹാമിന്റെ ചരിത്രം വായിച്ചിട്ട് റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ. അതിന് റോമാലേഖനം പഠിക്കുന്ന ക്ലാസ്സിന് വന്നിട്ടുണ്ട്. ഏതാ? അബ്രഹാമിനെ ദൈവം നീതിമാനാക്കി 3-ാമത്തെയോ 4-ാമത്തെയോ 2 പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഇവിടെ കാര്യമില്ല. ഇപ്പോഴും ചോദിക്കുമ്പോൾ അവരെ പറ്റി ഇവിടെ പൗലോസ് അറിയാം, നീതിയുടെ ഉപദേശത്തിൽ അവര് പരിചയമില്ലാത്തവരാണ്, അൺസ്കിൽഡാ. കേൾക്കാൻ ചെവി ഇല്ലെന്നുണ്ടെങ്കിൽ, ദൈവവചനം കേൾക്കുവാൻ ചെവി ഇല്ലെങ്കിൽ അവൻ ശിശുവാണ്. കട്ടിയായിട്ടുള്ള ആഹാരമായിട്ട് പറ്റത്തില്ല. അവനെ പറ്റി പറയുകയാണ്, അവൻ വളർച്ചയില്ലാത്തവനായിരിക്കും. ഈ ശിശുക്കളെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ ശിശുക്കളെ പറ്റി പറയും. നമ്മൾ വായിച്ച കഴിഞ്ഞ ആഴ്ച വായിക്കാൻ സമയമില്ല. 1 കൊരിന്ത്യർ വീട്ടിൽ പോയി ഞങ്ങൾ വായിച്ചാൽ മതി. 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ശിശുവിനെ പറ്റി പറയുന്നുണ്ട്. പിണക്കവും ഈർഷ്യയും ഇരിക്കുമ്പോൾ നിങ്ങൾ ലോകമനുഷ്യരെ പോലെ നിങ്ങൾ ശിശുക്കളല്ലോ, നിങ്ങൾക്ക് പാലത്ര വേണ്ടിയത്. അവിടെ പാപത്തിൽ ജീവിക്കുന്നവരെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക അവർ ശിശുക്കളാണ്. ഇവിടെ പറയുന്നത് എന്നാണെന്നറിയോ? ഇവിടെ പറയുന്നത് വിശ്വാസത്തിൽ ക്ഷീണിച്ചവരെ നോക്കിയിട്ട് പറയുക എന്താണ്? അവർ ശിശുക്കളാണെന്ന്. വിശ്വാസത്തിൽ ക്ഷീണിക്കാനുള്ള കാരണം എന്താ? കേൾക്കാത്തത് കൊണ്ട്, വചനം കേൾക്കാത്തത് കൊണ്ട്. ഇന്ന് പലക്കാലം ഞാൻ പറയാം, ദൈവം അവരെ നീതിയുടെ വചനത്തിൽ അവര് അൺസ്കിൽഡ് ആണ്. ഹല്ലേലൂയ. അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും ജോലിക്ക് എടുക്കും വെച്ചാൽ ഇല്ല. നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ജോലിക്ക് എടുക്കണമെങ്കിൽ അവൻ എത്ര സ്കില്ലുണ്ട്, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആൾക്കാർ ചോദിക്കും. ഇതിപ്പോൾ ആണ് 20 വർഷം കളിക്കാൻ നിന്ന് വെച്ചും കളിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? സാധാരണ എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു 10 വർഷം നിന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, 10-ാം ക്ലാസ്സിൽ 5 വർഷം തോറ്റ അവനെ 10-ാം ക്ലാസ്സിൽ സാറാക്കുമെന്ന്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും അവന്? ആൾക്കാർ 10-ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം തോറ്റാൽ അവനെ സാറാക്കുമെന്ന് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, വർഷങ്ങളായിട്ടിരുന്നിട്ടും ഇപ്പോൾ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടിയവരാ. ഇപ്പൊ നിങ്ങൾ എന്തുവാ? പാലത്രേ കുടിക്കുന്നത്, ശിശുക്കളെ പോലെയാ നിങ്ങള്. ഞാൻ പറയാം, ആത്മീയ വളർച്ചയില്ലാത്തതിന്റെ കാരണം വചനം കേൾക്കാത്തത് കൊണ്ടാണ്. എത്ര പേർക്ക് ഇന്ന് പോൽക്കാലം സമയം ഒത്തിരി അങ്ങ് പോവുക. എന്നാലും വേണ്ട, ഇവിടെ പറയുന്നുണ്ട് വിട്ടോളാൻ, എന്നാലും വിടാൻ പറ്റത്തില്ല, കർത്തൃദേശം ഇരിക്കുന്നു. ഞാൻ അടുത്ത വാക്യം കൊണ്ടുവന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്തിയേക്കാം. നമ്മൾ ഒന്ന് പറഞ്ഞു, ഡൾനെസ് ഓഫ് ഹിയറിംഗ് പ്രിവെന്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ പരിജ്ഞാനം ഇല്ലാതാക്കും. രണ്ടാമത് നമ്മൾ കേട്ടത് നമ്മളെ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കരാക്കി നമ്മൾ അഫലരാക്കും. നമുക്ക് മൂന്നാമത് നമ്മൾ കേട്ടത് വളർച്ചയില്ലാത്തതാക്കും. നാലാമത് പെട്ടെന്ന് നോക്കി, എൻ്റെ 14-ാം വാക്യം വായിച്ചു. അവൻ ശിശുവല്ലോ, കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അടുത്ത് പറയുക, എന്താ പറയുക? നന്മയും തിന്മയും തിരിച്ചറിയണം. കരം കൊടുത്ത് പറഞ്ഞത് നന്മയും തിന്മയും അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ചാ കേൾക്കത്തില്ല. പറഞ്ഞ വചനം കേൾക്കത്തില്ലെങ്കിൽ അവൻ ശിശുവല്ലോ, അവൻ എന്തറിയത്തില്ല? നന്മയും തിന്മയും
നന്മയും തിന്മയും എഴുതി പാല് കുടിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഉന്തിയിടുന്നിടത്ത് അവിടെ ഉണ്ട് അങ്ങനെ മീറ്റിംഗ് ഉണ്ട് വിട്ടോച്ചാന്ന് പറഞ്ഞു പോകുന്നത്. കാര്യം അവർക്ക് ഉന്തിയിടുന്നിടത്ത് മാത്രം പോയാൽ മതി. കാര്യം എന്താണെന്നറിയോ? അത് ശിശുവായതുകൊണ്ടാണ്. ശിശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ശരിയും തെറ്റും അറിയത്തില്ല. കക്കായിട്ട ചുവടെടുത്ത് ഇളക്കി അതുകൊണ്ട് വായിട്ട്. ഒരു കൊച്ചാണെങ്കിൽ നമ്മൾ ഗുളി എടുത്തുനിന്ന് രാവിലെ കഴിച്ചെന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. കാര്യം എന്നറിയോ? ഇതാ പ്രശ്നം. കേൾക്കുന്നില്ല എടുത്ത് അങ്ങ് വിഴുങ്ങും. വഴി ഇപ്പൊ യൂട്യൂബിലാണ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഈ ടൈപ്പ് സാധനങ്ങൾ, ഇഷ്ടം പോലെ. സെർച്ച് ചെയ്തു എങ്ങനെ ധനവാനാകാം. ഇത് വെച്ചാൽ ആദ്യം ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങൾ ധനത്തിന് ഒത്തവണ്ണം നിങ്ങളെ തീർത്തു തരും. അച്ഛാ ഇന്നൊരു വലിയ വചനം കിട്ടും, ധനത്തിനൊത്ത് കർത്താവ് തീർത്തു തരും. അടുത്ത ഒരു സാമ്പത്തിക പ്രശ്നം തീർന്നപ്പം അതും പോയി, ധനവും പോയി. കഴിഞ്ഞ ദിവസമാണ് ഈ എങ്ങനെ സമ്പന്നൻ, ഞാൻ സത്യം പറയാ, എങ്ങനെ സമ്പന്നനാകാമെന്ന് ഭയങ്കര ഒരു മെസ്സേജ് ഇട്ട ആള് നമ്മുടെ കൂടെ തന്നെ ചർച്ച. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു, പുള്ളിയെ പരിചയമുണ്ട്. പുള്ളി ഇട്ടിരിക്കുക എനിക്ക് പൈസ കൊടുക്കാൻ, അവിടെ റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല, പൈസ വല്ലതുകൊണ്ട് തരണം, പിന്നെ തിരിച്ചു തരാമെന്ന്. പുള്ളി ആൾക്കാരോടെല്ലാം സമ്പന്നനാകാൻ വേണ്ടിയുള്ള വഴി പ്രസംഗിക്കുക. എന്നിട്ട് പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുക എനിക്ക് കടം പൈസ കൊടുക്കാം, റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടെല്ലാം അയച്ചു കൊടുക്കണമെന്ന്. ഈ കേട്ട വിശ്വാസികളോട് ഞാൻ പറഞ്ഞ ഇത് നന്മ തിന്മകളെ തിരിച്ചറിയാതെ, ഞാൻ പറഞ്ഞ എത്ര പേർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? കാര്യം നിങ്ങൾ വചനത്തിൽ ഉറച്ചില്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ വയ്യാത്ത ശിശുവിനെ പോലാകും. അവസാനം ക്രിസ്ത്യ ജീവിതം എന്തായിരിക്കും? പരാജയമായിരിക്കും. അതുകൊണ്ട് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തഴക്കത്താൽ അഭ്യസ്യം പ്രാപിച്ച ഇന്ദ്രിയം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ സെൻസസ് എന്തായിരിക്കണം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ എക്സസൈസ് ചെയ്ത് അത് നല്ല തഴക്കം വന്നതായിരിക്കണം. ഒരുത്തനെ കാണുമ്പോൾ മനസ്സിലാകണം, അവന്റെ ഒരു വാക്ക് കേൾക്കും മനസ്സിലാകണം ഇവൻ ദൈവത്തിന് അനുസരിച്ചാണോ എന്ന്. പണ്ട് കാലത്ത് നമ്മുടെ സഹോദരന്മാരൊക്കെ ഷാർജയിലൊക്കെ വലിയ മീറ്റിംഗ് പോകുമ്പോൾ ഞാൻ പറയും, പോകുന്ന കുഴപ്പമില്ല, ഈ വചനത്തിന്റെ ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തുനിന്ന് കണ്ടാൽ വിട്ടോണമെന്ന് തോന്നിയ സ്ഥലം. ഒരിക്കൽ ഞാനും സിജി ഞങ്ങളെല്ലാം കൂടെ ദുബൈയിൽ ഒരു മീറ്റിംഗ് ആരോട് വന്ന ഒരു 6-8 വർഷം മുമ്പാണ്. ഒരു വലിയ മീറ്റിംഗ് ആണ്, ഭയങ്കര ക്രൂസായിട്ട് നടക്കുന്നു. സിജിയെ ഞങ്ങളെയും വിളിച്ചു, ഞങ്ങൾ ബാക്കി ചെന്നിരുന്നു. പറഞ്ഞു വന്നപ്പോഴേ ഞാൻ സിജി ഇത് സംഗതി പരിവൊക്കെ ഇടാ വിട്ടോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, നമുക്ക് മോശ ആരാന്നറിയോ? നമ്മുടെ പ്രോഫറ്റ് മോശയെ പോലാന്ന് പറഞ്ഞു. മോശ ദൈവത്തിന്റെ സന്നിധി പോയിട്ട് ദൂത് കേട്ടിട്ട് ആർക്ക് കൊടുക്കുക? ജനങ്ങൾക്ക് ഇങ്ങനെ നിൽക്കണമെന്ന് പറയുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അടുത്ത വിടണേ, അതുപോലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രോഫറ്റ് ഇങ്ങനെയാണ്. ഞാൻ സിജി വിട്ടോടാൻ വേണ്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ ജനങ്ങളെല്ലാം ആരുടെ അടുത്ത് പോവാ? മോശയുടെ അടുത്ത് പോലെ ഈ പ്രോഫറ്റിന്റെ അടുത്ത്. ദൈവമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. നിങ്ങളെ ദൈവത്തിനുള്ള, ഞാൻ പറയാം, തഴക്കം വന്നവന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാത്തവനെല്ലാം പോയി കഴിച്ചേച്ച് ഞാൻ പറഞ്ഞ പോലെ വയറും ഒക്കെ ഇളയങ്ങ് നടക്കും. പിന്നെ അവനെ പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇത് പല ചർച്ചും ഹോസ്പിറ്റലായിട്ട് കിടക്കുക, എല്ലാം ഇങ്ങനെ വയറും ഒക്കെ ഇളക്കി കിടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയതെല്ലാം കൂടെ അറിയാൻ വയ്യത്തെല്ലാം കൂടെ വലിച്ചു കയറ്റി തന്നു. ഞാൻ ചിരിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ എല്ലാവരും പറഞ്ഞത് എത്ര പേർക്ക് വിഷയം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ്. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് പാൽക്കാലം